ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു വാർത്ത കണ്ടത് നമ്മുടെ കേരള ഹൈക്കോടതി ഡിസിഷനെ ബേസ് ചെയ്തൊരു അനാലിസിസ് കണ്ടു. അപ്പോൾ അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. So, unequal treatment of wives a valid ground for divorce for Muslim women. So, Muslim സ്ത്രീകൾക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് വൈഫ്സ് അൺഈക്വൽ ആവുകയാണെങ്കിൽ, ഈക്വൽ അല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആണ് അവരുടെ കെട്ടിയോൾമാർക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ഡിവോഴ്സിനുള്ളൊരു വാലിഡ് ഗ്രൗണ്ട് ആണെന്ന് കേരള ഹൈക്കോടതി ഈയിടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഒരു സെഷനായിരിക്കും ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു അനാലിസിസ് നമ്മുടെ ഡെയിലി ഗാർഡിയൻ, ന്യൂഡൽഹി ബേസ്ഡ് ഡെയിലി ഗാർഡിയനിൽ വന്നു. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ നല്ലൊരു അനാലിസിസ് ആണ്. സോ നമുക്ക് ആ അനാലിസിസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഹൈക്കോടതി ബെഞ്ച് പറഞ്ഞത് ഫാമിലി കോർട്ട് ഫോർമുലേറ്റ് ചെയ്ത പോയിന്റ്സ് ഉണ്ട്. അത് ഡിഫറെൻറ്റ് ഹെഡ്സിലാണ്. എക്സെപ്റ്റ് വിത്ത് റെഫറൻസ് ടു സബ് ക്ലോസ് എഫ്. It has come out in the evidence that respondent used to provide maintenance. Exhibit B1 series clearly indicates that the maintenance provided by him. The statutory provision clearly states that it is only on failure to provide maintenance for a continuous period of 2 years the ground for divorce can be retracted. ഓക്കെ, സോ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷമായിട്ട് എന്ത് ചെയ്യുന്നില്ല, മെയിൻ്റനൻസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രകാരം ഡിവോഴ്സിന് പോവാം എന്നുള്ളതാണ് ഫാമിലി കോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കേസിലേക്ക് കിടക്കാം. എന്താണ് ഈ കേസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കേസ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി കേസ് പ്രകാരം നമ്മുടെ പാർട്ടീസ് രണ്ടുപേരും മാരി ചെയ്തത് 4/8/1991 അപ്പോൾ ആ ഒരു വെഡ്ലോക്കിൽ 3 ചിൽഡ്രൻസ് വെർ ബോൺ. റെസ്പോണ്ടന്റ് പിന്നെ എബ്രോഡാണ്. ആൻഡ് ഹി കോൺട്രാക്റ്റഡ് അനദർ മാരേജ് വിത്ത് എ ലേഡി നെയ്മഡ് ഹാജ്ര എന്നൊരു ലേഡിയുമായിട്ട് വേറൊരു മാരേജ് കഴിക്കുകയും ആ സമയത്ത് നമ്മുടെ ഓൾറെഡി മാരീഡ് ആണ്, അപ്പലൻറ്റുമായിട്ട് മാരീഡ് ആണ്. അപ്പം അല്ലാതെ വേറൊരു സ്ത്രീയുമായിട്ട് പുള്ളി എന്ത് ചെയ്തു, കല്യാണം കഴിക്കുകയുണ്ടായി അബ്രോഡായപ്പോൾ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പെറ്റീഷനിൽ പറയുകയും അത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ എന്ത് ചെയ്തില്ല, ഡിനൈ ചെയ്യുകയും ചെയ്തില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് നമ്മളിങ്ങനെ ഡിവോഴ്സ് ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മെയിൻ്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് പാർട്ടി നമുക്ക് തരുന്ന അല്ലെങ്കിൽ കോടതിക്ക് സമർപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ അതെന്ത് ചെയ്തില്ല, അവർ ഡിനൈ ചെയ്യുന്നുമില്ല. അപ്പോൾ റെസ്പോണ്ടൻറ്റിൻ്റെ പ്രകാരം ദി കോൺട്രാക്റ്റഡ് സെക്കൻഡ് മാരേജ് ദി appellant refused to have sexual relationship with him. അതായത് സെക്കൻഡ് മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദ്യം കല്യാണം കഴിച്ച സ്ത്രീ ഇയാളായിട്ട് എന്ത് ചെയ്തില്ല, സെക്ഷൽ റിലേഷൻഷിപ്പിൽ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ ബെഞ്ച് പറയുന്നത് പറഞ്ഞാൽ പാരാ 4 പറയുന്നത് വെച്ചാൽ പെറ്റീഷൻ ഡിവോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ സെക്ഷൻ 2 പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡ് നെഗ്ലക്റ്റ് ചെയ്തു അല്ലെങ്കിൽ മെയിൻ്റനൻസ് 2 വർഷത്തിലേക്ക് എന്ത് ചെയ്തില്ല, കൊടുത്തിട്ടില്ല. 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻ്റനൻസ് കൊടുക്കുന്നില്ല എന്നുള്ള 2 ഗ്രൗണ്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 4 പറയുന്നത് വെച്ചാൽ ദാറ്റ് ദി ഹസ്ബൻഡ് ഹാസ് ഫെയിൽഡ് ടു പെർഫോം വിത്തൗട്ട് റീസണബിൾ കോസ് ഹിസ് മാരിറ്റൽ ഒബ്ലിഗേഷൻ ഫോർ പീരീഡ് ഓഫ് 3 years. 3 വർഷക്കാലമായിട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നില്ല, അവരുടെ മാരിറ്റൽ ഒബ്ലിഗേഷൻസ് റീസണബിൾ കോസ് ഇല്ലാതെ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഡിവോഴ്സിന് കൊടുക്കാം. സെക്ഷൻ 2 ക്ലോസ് 8 ക്ലോസ് എയും എഫും പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡ് അവളെ ക്രൂവലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അത് പ്രകാരം ലൈക്ക് ഹാബിച്വലി അസോൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവളുടെ ലൈഫ് മിസറബിൾ ആക്കുകയോ ബൈ ഈവൻ ഇഫ് സച്ച് കണ്ടക്ട് ഒരു ഫിസിക്കൽ ഇൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും അവൾക്കത് ക്രൂവൽറ്റി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഹി ഹാസ് മോർ വൈഫ്സ്, ഒന്നിൽ കൂടുതൽ വൈഫ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ എല്ലാ വൈഫ്സിനെയും ഈക്വലായിട്ട് എന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ വൈഫിനെയും എന്ത് ചെയ്യണം, ഈക്വലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബെഞ്ച് പറഞ്ഞത് that the family court formulated the points for consideration on 3 different head except with reference to sub clause F. ഈ ക്ലോസ് അവർ എന്ത് ചെയ്തില്ല, കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരി കോർട്ടിൽ നിന്നാണ് വന്നത്. ഓക്കെ,
അപ്പം ഈ തലശ്ശേരി കോർട്ടിൽ അപ്പലൻ്റ് അപ്പീൽ ഫയൽ ചെയ്ത് തലശ്ശേരി ഫാമിലി കോർട്ട് തലശ്ശേരിയിൽ നിന്ന് വന്ന അപ്പീലാണ് OP നമ്പർ 41/2019. അത് പ്രകാരം ആ അപ്പീൽ പ്രകാരമാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ബെഞ്ച് ഇരുന്നത് ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖും അതുപോലെ തന്നെ ഹോണറബിൾ മിസ്സസ് ജസ്റ്റിസ് സോഫി തോമസുമാണ്. അപ്പോൾ ഇവരുടെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇത്. വളരെ റെലവൻ്റ് ആയ ഒരു ജഡ്ജ്മെൻ്റ് ആണ്. കാരണം ഇപ്പോഴും ഇവർക്ക് അറിയില്ല, ലൈക്ക് ഇപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പോലും മുസ്ലിം പുരുഷന്മാർക്ക് എന്തെങ്കിലും അറിയില്ല. സോ അപ്പം നമ്മുടെ പാരാ 4 ബെഞ്ച് പറഞ്ഞ നമ്മുടെ ഈ സോഫി ജോസ് എന്താണ് നമ്മുടെ ഈ 2 ജഡ്ജസ് ഇരുന്ന ബെഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ദി ഫാമിലി കോർട്ട് ഫോർമുലേറ്റഡ് ദി പോയിന്റ്സ് ഫോർ കൺസിഡറേഷൻ ഓഫ് 3 ഡിഫറെൻറ്റ് ഹെഡ്സ്. 3 ഹെഡിലാണ് കൺസിഡർ ചെയ്തത്. പക്ഷേ ഈ F എന്ന് പറഞ്ഞൊരു പോയിന്റ് അവർ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇറ്റ് ഹാസ് കം ഔട്ട് ഇൻ എവിഡൻസ് ദാറ്റ് റെസ്പോണ്ടന്റ് യൂസ്ഡ് ടു പ്രൊവൈഡ് മെയിൻ്റനൻസ്. അപ്പോൾ ക്ലിയർലി മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ്. മെയിൻ്റനൻസ് ഉറപ്പായിട്ടും കൊടുക്കണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഓൺലി ഓൺ ദി ഫെയിലിയർ ടു പ്രൊവൈഡ് ഫോർ മെയിൻ്റനൻസ് ഫോർ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 years, 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മെയിൻ്റനൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആ ഗ്രൗണ്ടിലാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പലന്റ് ഹാസ് എ കേസ് ദാറ്റ് അബവ് എമൗണ്ട് വാസ് ഫാക്ട് ദി മണി കളക്റ്റഡ് from abroad due to the intervention of local politicians to meet the marriage expenses of the daughter. അത് അവരുടെ കുട്ടിയുടെ കല്യാണ ചിലവിന് വേണ്ടി അയച്ച പൈസയാണ്, അത് മെയിൻ്റനൻസ് അല്ലായിരുന്നു. അപ്പോൾ അത് ഒരു എവിഡൻസ് അല്ല എന്ന് പറഞ്ഞാണ് ഈ കോർട്ട് തള്ളിയത്. അതുപോലെ തന്നെ there was no exhibit B1 series which have shown that the amounts have been credited to accounts in different occasions. 2017 2018 പല സമയത്തായിട്ടിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ we did not interfere with the impunged order to the extent rejecting the claim for divorce on that ground. ആ ഗ്രൗണ്ടിൽ ഡിവോഴ്സ് ചെയ്തതിന് നമ്മളൊന്നും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ആ ഗ്രൗണ്ടിൽ ഡിവോഴ്സ് വന്നതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. സെക്ഷൻ 2 clause 4 പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡ് ഹാസ് ഫെയിൽഡ് ടു പെർഫോം മാരിറ്റൽ ഒബ്ലിഗേഷൻസ് ഫോർ പീരീഡ് ഓഫ് 3 years. അപ്പോൾ അപ്പലന്റ് ഹാസ് സ്റ്റേറ്റഡ് ഇൻ ദ പെറ്റീഷൻ 2014 ഓൺവേർഡ്സ് റെസ്പോണ്ടന്റ് ഹസ്ബൻഡ് സ്റ്റോപ്ഡ് വിസിറ്റിംഗ് ഹർ. 2014 മുതൽ ഹസ്ബൻഡ് പുള്ളിക്കാരിയെ വിസിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സെക്ഷൻ 2 clause 4 തന്നെ ഇത് വരുന്നുണ്ട്. ആ ഫാക്ട് ഇവർ എന്ത് ചെയ്തില്ല, റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ഡിനൈ ചെയ്തിട്ടില്ല. On the other hand, according to respondent, he was forced to marry another lady for reason that appellant failed to cooperate with him on his physical needs. We are not persuaded to believe the version of the respondent in this regard. അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം 3 children were born in the wedlock. 2 of them got married. Absolutely there is no evidence to show that respondent was willing to cohabit with the appellant. അവർ പറയുന്നത് ഈ ലേഡി ഫസ്റ്റ് കല്യാണം കഴിച്ച സ്ത്രീ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ഇവർ സെക്ഷൽ ഇതായിട്ട് സമ്മതിച്ചില്ല എന്നാണ് റെസ്പോണ്ടന്റ് പറഞ്ഞത്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് കോടതി പറഞ്ഞു. കാരണം 3 children ആണ് ആ ഒരു വെഡ്ലോക്കിൽ കൂടെ വന്നതെന്നും അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വിശ്വസിക്കുന്നില്ല എന്നുമാണ് അവർ പറയുന്നത്. അപ്പം 5 വർഷമായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന 5 വർഷം മുന്നേ തന്നെ ഇവർ വേർപിരിഞ്ഞിരിക്കുകയും അപ്പോൾ ആ സർക്കംസ്റ്റൻസസിൽ വി ആർ ഓഫ് ദ വ്യൂ ദാറ്റ് ദി അപ്പലന്റ് മെയ്ഡ് ഔട്ട് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് അണ്ടർ സെക്ഷൻ 2 clause 4. അപ്പോൾ 2 clause 8 AU F ഒന്നും നോക്കണം, 2 clause 4 പ്രകാരം തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം, കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. മാരിറ്റൽ ഒബ്ലിഗേഷൻസ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്തു, ഡിവോഴ്സ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പോയിന്റ് നമ്പർ 2ഉം 3ഉം കോർട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഫാമിലി കോർട്ട് എന്ത് ചെയ്തു, മെയിൻ്റനൻസ് അന്ന് എന്നോ പ്രൊവൈഡ് ചെയ്ത് അതാണ് സഫീഷ്യൻ്റ് ആയിട്ട് ഹസ്ബൻഡ് ഒരു മാരിറ്റൽ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്തു എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പൈസ കൊടുത്തു എന്നുള്ളതാണ്. അത് വളരെ എറോണിയസ് ആണ്, അത് ലോയിൻ്റെ സ്ക്രൂട്ടിനി നിൽക്കത്തില്ല എന്നാണ് പറഞ്ഞത്. So it's worth noting that the bench then secondly observed in para 6 that the next ground is under section 2 clause 8 clause A of the act. ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫിസിക്കലും മെന്റൽ ക്രൂവൽറ്റി ഓഫ് ദി വൈഫാണ്. അപ്പോൾ സെക്ഷൻ 2 clause 4 പ്രകാരം പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യാം, ഡിവോഴ്സ് കിട്ടും. അത് മാത്രമല്ല വേറൊരു ഗ്രൗണ്ടും ഉണ്ട് ഇതിൽ, സെക്ഷൻ 2 clause 8 clause A. അത് പ്രകാരം ഫിസിക്കലോ മെന്റൽ ക്രൂവൽറ്റിയോ വൈഫിന് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡിവോഴ്സ് ചെയ്യാം. We noted that the parties are living separately for more than 5 years before the institution. ഈ സൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനും 5 വർഷം മുന്നേ തന്നെ അവർ എന്ത് ചെയ്യുകയാണ്, അവർ സെപ്പറേറ്റ് ആയിട്ട് ലീവ് ചെയ്യുകയാണ്. സോ ദാറ്റ് വുഡ് എമൗണ്ട് ടു വാട്ട്, ഒരു കൊഹാബിറ്റേഷൻ ഇല്ല. അങ്ങനെ കൊഹാബിറ്റേഷൻ ഇല്ലാത്ത സമയത്ത് അപ്പലന്റ് വൈഫിന് ഒരു ഉറപ്പായിട്ടും എന്തുണ്ട്, മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ക്രൂവൽറ്റി വരുന്നുണ്ട്. സോ ദാറ്റ് ഓൾസോ അട്രാക്ട്സ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് ദി നെക്സ്റ്റ് ഗ്രൗണ്ട് ഈസ് അണ്ടർ സെക്ഷൻ
section 2 clause 8 clause F. അതിൽ in the petition provision has not been specifically mentioned. We are of the view that mere omission to quote a statutory provision will not disentitle the claim for difference on the ground if there are sufficient averments in the petition. പെറ്റീഷനിൽ എന്ത് ചെയ്യുന്നില്ല 2 clause 8 clause Fനെ പറ്റി അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ അത് പ്രകാരം ഡിവോഴ്സ് വേണമെന്ന് പറയുന്നില്ല. പക്ഷേ പെറ്റീഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അവേർമെന്റ്സ് വരുന്നുണ്ട് ദാറ്റ് ഇറ്റ് അമൗണ്ട്സ് ടു സെക്ഷൻ 2 clause 8 clause F. അപ്പോൾ നമ്മളിപ്പോൾ പെറ്റീഷനിൽ പറഞ്ഞില്ലെങ്കിൽ, പെറ്റീഷനിൽ നമ്മൾ 2 clause 8 clause F പ്രകാരം ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം, നമ്മുടെ പെറ്റീഷനിൽ പല ഭാഗത്തായിട്ട് നമ്മൾ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കിട്ടണം എന്ന് നമുക്ക് പറയാം. അത് ഈ ഒരു റൂളിംഗ് പ്രകാരം നമുക്ക് പറയാം. അപ്പം അത് സെക്കൻഡ് മാരേജ് ഹാജരായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഈ പെറ്റീഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ട് ഡിനൈ ചെയ്യുന്നില്ല, ഹാജരമായിട്ട് കല്യാണം കഴിച്ച കാര്യം ഡിനൈ ചെയ്യുന്നില്ല. അപ്പോൾ if there exists a marriage with another lady during the substances of the first appellant, okay, previous marriage, the burden is on the husband to prove that he had treated both wives equitably in accordance with the injunctions of Quran. അപ്പോൾ ഇപ്പോൾ പുള്ളി ഡിനൈ ചെയ്യുന്നില്ല, അതായത് രണ്ടാമതൊരു കല്യാണം കഴിച്ച് ഡിനൈ ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയുടെ ബർഡൻ ആണ്, ലൈക്ക് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് രണ്ട് വൈഫ്സിനെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നുള്ളത് പുള്ളിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വൈഫിൽ നിന്നും 5 വർഷമായിട്ട് മാറി നിൽക്കുക, അത് തന്നെ പുള്ളി അവരെ ഈക്വൽ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുള്ളതിന് തെളിവാണ്. ദ റെസ്പോണ്ടന്റ് ഹാസ് നോ case that he lived with appellant after 2014. അതിന് പറയുന്ന ഒരു കാര്യവും റെസ്പോണ്ടന്റ് പറയുന്നില്ല. അതുപോലെ refusal to cohabit and performs the marital obligations with the previous wife is tantamount the violations of the Quranic injunctions. അതായത് ഭാര്യയുടെ കൂടെ താമസിക്കുന്നില്ല, മാരിറ്റൽ ഒബ്ലിഗേഷൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പോലും ഖുറാനിക് ഇൻജങ്ഷൻസിന്റെ വയലേഷൻ ആണെന്നും ഈ ഒരു ബെഞ്ച് പറയുന്നുണ്ട്. അതായത് ഖുറാനിൽ പറയുന്നത് എല്ലാ വൈഫ്സിനെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം ഇഫ് ദി ഹസ്ബൻഡ് കോൺട്രാക്ട്സ് മോർ ദാൻ 1 മാരേജ്. ആ സച്ച് സർക്കംസ്റ്റൻസിൽ ഇവിടെ ഒരു ഹെസിറ്റേഷനും നമ്മുടെ അപ്പലന്റ് വൈഫ് ഡിവോഴ്സ് ആ ഗ്രൗണ്ടിലും കിട്ടാൻ അർഹയാണ്. സോ അതുകൊണ്ട് തന്നെ അപ്പീൽ മാറ്റി ഇതൊരു ഇംപെഞ്ച് ജഡ്ജ്മെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ദേ ഹാവ് ഗ്രാൻഡഡ് ഡിവോഴ്സ് അണ്ടർ സെക്ഷൻ 2 clause 4 and 2 clause 8 F of the Act. We accordingly dissolve the marriage between the appellant and this is upon and solemnized എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അത് ഒരു കോസ്റ്റും ഇല്ലാതെ അവർ ഓർഡർ ചെയ്തു. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കമ്പോസ്റ്റ്, cogent and convincing and courageous and a commendable judgment ആണ് ഇവർ തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പഴുതുപോലും എന്ത് ചെയ്തിട്ടില്ല, വിടാതെ നല്ല ക്ലിയർ ആയിട്ട് അവർ ഈ അൺഈക്വൽ ട്രീറ്റ്മെന്റ് വൈഫ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിം വിമന് ഡിവോഴ്സ് കിട്ടാനുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് എൻ അമേസിംഗ് ജഡ്ജ്മെന്റ് ഫ്രം എൻ അമേസിംഗ്ലി ടു അമേസിംഗ് ജഡ്ജസ്. ഓക്കെ, സോ അടിപൊളിയായിട്ട് അവർ അത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വേണമെങ്കിൽ ഞാൻ അയക്കാം. ബട്ട് സോ ദിസ് ഇസ് അബൌട്ട് അമേസിംഗ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ റിപ്പോർട്ടബിൾ ആണെന്ന് എനിക്കറിയില്ല. ബട്ട് OP41 ഓഫ് 2019 MAT അപ്പീലാണ് 431 ഓഫ് 2021. അതാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുമായിരിക്കാം. ഐ ഡോണ്ട് നോ, ബട്ട് റിപ്പോർട്ടബിൾ ആണെന്ന് അറിയില്ല. സോ ഇതാണ് ആ ജഡ്ജ്മെൻറ്റ്. സോ മുസ്ലിം സ്ത്രീകൾക്ക് ഇനിയെങ്കിലും ഇക്വാലിറ്റി കിട്ടണം എന്ന് പറയുന്ന ഊന്നി പറയുന്ന ജഡ്ജ്മെൻറ്റ് ആണെങ്കിൽ ഒരു ഓർഡറാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എൻ അമേസിങ് ഓർഡർ. ഞാനിത് എങ്ങനെയോ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിഷയം ഷെയർ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇത് PSC ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ മുസ്ലിം സ്ത്രീകൾക്ക് ഇത് വളരെ രീതിയിൽ ഉപകാരപ്പെടും. അതുപോലെ അഡ്വക്കേറ്റ്സിനും ലോയേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇത് ഈ ഒരു ജഡ്ജ്മെൻറ്റ് പിന്നീടത്തെ കേസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.